ഇന്ത്യൻ ഇംഗ്ലീഷ് ഒരു കോമഡി പീസാണെന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരൊക്കെ ഒഴിവാക്കിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പലപ്പോഴും വാക്കുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ശശി തരൂരിനെ പോലെയുള്ള അഗ്രഗണ്യരായ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അവർ മാത്രം ഉപയോഗിക്കുന്ന 3 പദങ്ങൾ, ഇംഗ്ലീഷിലെ ദീർഘമായ 3 പദങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാം. എനിക്ക് ഒത്തിരി കൗതുകം തോന്നിയ വാക്കുകളായതുകൊണ്ട് കൂടെയാണ് അത് ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്തെ വാക്ക് ഫ്ലോക്സിനോ സിൻഹിലിപ്പിലിഫിക്കേഷൻ. രണ്ടാമത്തെ പദം സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പാലഡോഷ്യസ്. മൂന്നാമത്തെ പദം ഹിപ്പപ്പൊട്ടമോൺസ്ട്രോസ്കിപ്പിഡാലിയോഫോബിയ. ഇതിൽ ഫ്ലോക്സിനോ സിൻഹിലിപ്പിലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളെ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ നമ്മൾ നിസ്സാരമായി കാണുക, വിലയില്ലാതെ കാണുക എന്നൊക്കെയാണ്. രണ്ടാമത്തെ പദം സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പാലഡോഷ്യസ്. സംഭവം അത്രയേ ഉള്ളൂ, വണ്ടർഫുൾ, അമേസിങ് എന്നൊക്കെ തന്നെ. മൂന്നാമത്തെ പദം ഹിപ്പപ്പൊട്ടമോൺസ്ട്രോസ്കിപ്പിഡാലിയോഫോബിയ. അത് ഫിയർ ടു ബിഗ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ലോങ് വേർഡ്സ്. നീണ്ട പദങ്ങളോട്, വേർഡുകളോട്, വാക്കുകളോട് മനുഷ്യനുണ്ടാകുന്ന പേടി. അത്രയേ ഉള്ളൂ. എന്താ അല്ലേ, ഇംഗ്ലീഷിൽ സംഭവം തന്നെയാണ്. എന്തൊക്കെ വാക്കുകളാണ്